ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സാമൂഹ്യ ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠമാണ്. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്ന പാഠമാണ് കേട്ടോ. എന്നാണ് ഇതിന്റെ പാഠത്തിന്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. കാറ്റാടിക്കുന്ന് ഗവൺമെന്റ് യു പി സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ചു തയ്യാറാക്കിയ യാത്രാനുഭവത്തിന്റെ ഭാഗം പരിചയപ്പെടാം. ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. റിച്ചു എസ്, ക്ലാസ് 6B. ഗവൺമെന്റ് UPS കാറ്റാടിക്കുന്ന് നിരപ്പാർന്ന പ്രദേശത്തു നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. നിങ്ങളും ഇത്തരത്തിലുള്ള പഠനയാത്രകൾ പോയിട്ടില്ലേ? അതിന്റെ അനുഭവം എഴുതി അവതരിപ്പിക്കാറുണ്ടോ? ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് റിച്ചു തന്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ തുടങ്ങിയവയാണ്. ഈ ചരിത്രശേഷിപ്പുകളെ പറ്റി കൂടുതൽ അന്വേഷണമായാലോ? മഹാശിലായുഗം. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാസ്മാരകങ്ങൾ എന്നറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ശില എന്ന് വെച്ചാൽ എന്താ മക്കളെ? പാറ. കണ്ടോ? പാറ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം എന്ന് അറിയപ്പെടുന്നു. മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിലെ മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ്. ഇനി എന്താണ് ദക്ഷിണേന്ത്യ എന്ന് നോക്കാം. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ. നമുക്കവിടെ ചില മഹാശിലാ സ്മാരകങ്ങളുടെ ചിത്രം തന്നിട്ടുണ്ട്. തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല് തുടങ്ങിയവയുടെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത്. മഹാശിലാസ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവർ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക് ഷീറ്റ് പൂർത്തിയാക്കൂ. നമുക്കിവിടെ പ്രധാന മഹാശിലാ സ്മാരക കേന്ദ്രങ്ങള്, ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങള്, ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ തുടങ്ങിയവയാണ് എഴുതേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് പ്രധാന മഹാശിലാ സ്മാരക കേന്ദ്രങ്ങൾ. കേരളത്തിലെ പ്രധാനപ്പെട്ടത് മറയൂരാണ്. തമിഴ്നാട് ആദിച്ചനല്ലൂർ. ആന്ധ്രാപ്രദേശിലെ പ്രധാനപ്പെട്ടത് നാഗാർജുനകൊണ്ടയിലാണ്. കർണാടകത്തിൽ ബ്രഹ്മഗിരി. ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ തുടങ്ങിയവയാണ്. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ തുടങ്ങിയവയാണ്. ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലുപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രം നിരീക്ഷിക്കൂ. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലി പീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി.
ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം. നമുക്കവിടെ തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രമാണ് തന്നിട്ടുള്ളത്. ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം നോക്കൂ. ചേരർ, പാണ്ഡ്യർ, ചോളർ, ഉറയൂർ, മധുരൈ, വഞ്ചി തുടങ്ങിയ വിവിധ പേരുകൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. പ്രാചീന തമിഴകം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഭൂപടം 8.1 നിരീക്ഷിക്കൂ. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തൂ. കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. ഇനി എന്താണ് സംഘസാഹിത്യം എന്ന് നോക്കാം. യാതും ഊരെ യാവരും കേളിർ, തീതും നണ്ടും പിറർ തരവാര, പുറനാരോറ്. എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. ഇതാണ് ഈ വരികളുടെ അർത്ഥം. സംഘസാഹിത്യ കൃതിയായ പുറനാറൂരിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികളെന്നും ഈ കാലഘട്ടത്തെ സംഘകാലമെന്നും വിശേഷിപ്പിക്കുന്നു. പുറനാനൂറ് പോലെ നിരവധി സാഹിത്യ കൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളെ നമുക്ക് പരിചയപ്പെടാം. അതിന്റെ മുന്നേ ആയിട്ട് സംഘം കൃതികളെ കുറിച്ച് കുറച്ചു കാര്യം കൂടെ നോക്കാം. സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറം പാട്ടുകൾ. ഇനി നമുക്ക് സംഘകൃതികളിലെ പ്രധാനപ്പെട്ട കൃതികൾ പരിചയപ്പെടാം. ഒന്നാമത്തേത് കുറുന്തൊകൈ, പിന്നെ നറ്റിണൈ, അകനാനൂറ്, പതിറ്റുപ്പത്. സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റു തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവ. എന്താണ് തിരുക്കുറൽ? തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവറാണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ്. ചിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. മണിമേഖല കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തൂ. സംഘം കൃതികൾ തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല തുടങ്ങിയവയാണ്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം നോക്കാം, അതെങ്ങനെയായിരുന്നു എന്ന്. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് സാമൂഹിക ജീവിതത്തിലെ പ്രത്യേകതകൾ നോക്കാം. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. സാമ്പത്തിക ജീവിതത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. അതിന് താഴെ നമുക്കൊരു ചോദ്യം തന്നിട്ടുണ്ട്. സംഘകാല സാമൂഹിക ജീവിതത്തെ സമകാലിക സാമൂഹിക ജീവിതവുമായി താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. സമകാലിക സാമൂഹിക ജീവിതം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്തെ സാമൂഹിക ജീവിതവുമായിട്ട് കേട്ടോ. സംഘകാല സാമൂഹിക ജീവിതം സമകാലിക ജീവിതത്തിന് സമാനമായിരുന്നു എന്ന് പറയാം. സംഘകാല സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. തൊഴിലിനെയോ മറ്റു ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആധുനിക സമൂഹം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തുന്നു.
ഇനി എന്താണ് തിണകൾ എന്ന് നോക്കാം. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഇവ ഐന്തിണകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യസ്തമായിരുന്നു. ഏതൊക്കെയാണ് മക്കളെ ഈ ഐന്തിണകൾ അഥവാ 5 തിണകൾ? ഒന്നാമത്തേത് കുറിഞ്ചി. അതിന്റെ ഭൂമിശാസ്ത്ര സവിശേഷത എന്ന് പറയുന്നത് അവർ കാട്, മല തുടങ്ങിയ പ്രദേശത്തായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഉപജീവന മാർഗങ്ങൾ വനവിഭവ ശേഖരണവും വേട്ടയാടലുമായിരുന്നു. രണ്ടാമത്തെ തിണ മുല്ലയാണ്. അവരുടെ ഭൂമിശാസ്ത്ര സവിശേഷത പറയുമ്പോൾ പുൽമേടുകളും കുറ്റിക്കാടുകളിലുമായിരുന്നു അവർ ജീവിച്ചിരുന്നത്. കന്നുകാലി മേയ്ക്കലായിരുന്നു പ്രധാന ഉപജീവന മാർഗം. മൂന്നാമത്തെ തിണ പാലയാണ്. അവരുടെ ഭൂമിശാസ്ത്രം വരണ്ട പ്രദേശമായിരുന്നു. അവിടെ കൊള്ളയും കവർച്ചയുമായിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ. പിന്നെ മരുതം എന്നൊരു തിണ ഉണ്ടായിരുന്നു. അവരുടെ ഭൂമിശാസ്ത്രം വയൽ പ്രദേശമായിരുന്നു. ഉപജീവന മാർഗം കൃഷിയായിരുന്നു. പിന്നെ അഞ്ചാമത്തെ തിണ നെയ്തലാണ്. അവരുടെ ഭൂമിശാസ്ത്ര സവിശേഷത അല്ലെങ്കിൽ അവർ ജീവിച്ചിരുന്നത് തീരപ്രദേശത്തായിരുന്നു. പ്രധാന ഉപജീവന മാർഗം മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമായിരുന്നു. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങാടികളെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം അന്തിച്ചന്തയും നാളങ്ങാടി പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. തിണകളുടെ പേരുകൾക്കനുസരിച്ച് 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ, ഉപജീവനം എന്നിവ ഉൾപ്പെടുത്തി സ്കിറ്റ് തയ്യാറാക്കി അവതരിപ്പിക്കൂ. അത് മക്കൾക്ക് ക്ലാസ്സിൽ ചെയ്ത് നോക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. നിങ്ങൾ പല കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അവതരിപ്പിച്ച് നോക്കുക. രാഷ്ട്രീയ വ്യവസ്ഥ. ഭൂപടം 8.1 നിരീക്ഷിക്കൂ. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണെന്ന് ഭൂപടത്തിൽ നിന്നും കണ്ടെത്തൂ. ചേരർ, ചോളർ, പാണ്ഡ്യർ തുടങ്ങിയവരായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൺ, കടുങ്കോ എന്നും വിളിച്ചിരുന്നു. ഭൂപടം 8.1 നിരീക്ഷിച്ച് മൂവേന്തർമാരും അവരുടെ തലസ്ഥാനങ്ങളും പട്ടികപ്പെടുത്തൂ. ആദ്യത്തെ മൂവേന്തർ ചേരറാണ്. അവരുടെ തലസ്ഥാനം വഞ്ചിയായിരുന്നു. രണ്ടാമത്തേത് ചോളർ. അവരുടെ തലസ്ഥാനം ഉറയൂർ. മൂന്നാമത്തെ മൂവേന്തർ പാണ്ഡ്യരാണ്. അവരുടെ തലസ്ഥാനം മധുരയാണ്. സംഘകാലത്തിനു ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. മഹോദയപുരത്തെ പെരുമാക്കൾ. CE 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അഥവാ മഗോദൈ കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന് അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. മഹോദയപുരത്തെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. CE 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോട്ട, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. പെരുമാൾ ഭരണം. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. ഇതിന് താഴെ നമുക്കൊരു പ്രവർത്തനം തന്നിട്ടുണ്ട്. പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ആശയപടം പൂർത്തിയാക്കൂ. പെരുമാൾ രാജ്യം ഭരിച്ചിരുന്നത് പെരുമാളായിരുന്നു. അതിൽ നിന്ന് വിഭജിച്ച നാടുകൾ ഭരിച്ചിരുന്നത് നാടുവാഴികൾ, ദേശങ്ങൾ ഭരിച്ചിരുന്നത് ദേശവാഴികൾ, കരകൾ ഭരിച്ചിരുന്നത് പഞ്ചായത്തുകൾ.
സാമ്പത്തിക പുരോഗതി. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും അഥവാ നികുതിയും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവള്ളം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. സാംസ്കാരിക ജീവിതം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങളുണ്ടായി. എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നതെന്ന് നോക്കാം. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായി മാറി. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. നോക്കൂ, നമുക്കവിടെ ചാക്യാർ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും ചിത്രം തന്നിട്ടുണ്ട്. പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക രംഗത്തെ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് അടിക്കുറിപ്പോടുകൂടി ആൽബം അല്ലെങ്കിൽ ഡിജിറ്റൽ ആൽബം തയ്യാറാക്കൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് വേണമെങ്കിൽ ഈ ഡിജിറ്റൽ ആൽബം സ്കൂളുകളിൽ ചെയ്തു നോക്കാവുന്നതാണ്. അതിന്റെ പ്രദർശനവും നിങ്ങൾക്ക് നടത്താം. 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി അഥവാ ഇല്ലാതായി. അതോടെ അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്നറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. എന്താണ് നമുക്ക് മരുമക്കത്തായം എന്ന് നോക്കാം. അക്കത്തായവും മരുമക്കത്തായവും എന്താണെന്ന് നോക്കാം. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മക്കത്തായം. എന്നാൽ പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയായിരുന്നു മരുമക്കത്തായം. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കോലത്തുനാട്, അത് കണ്ണൂരായിരുന്നു. നെടിയിരുപ്പ് കോഴിക്കോടായിരുന്നു. പെരുമ്പടപ്പ് കൊച്ചിയിലായിരുന്നു. തൃപ്പാപ്പൂർ വേണാട് എന്നിവയായിരുന്നു. നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. നോക്കൂ മക്കളെ, നമുക്കിടെ ഭൂപടത്തില് പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് തന്നിട്ടുണ്ട്. കോലത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ അഥവാ വേണാട്. പിന്നെ അതുപോലെ മധ്യകാല കേരളത്തിലെ നാടുകൾ ഏതൊക്കെയാണെന്നും നമുക്ക് രണ്ടാമത്തെ ഭൂപടത്തിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതിന് താഴെയായി ഒരു ചോദ്യമുണ്ട്. ഭൂപടം 8.2 നിരീക്ഷിച്ച് കേരളത്തിൽ നിലനിന്നിരുന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാം എന്ന് ലിസ്റ്റ് ചെയ്യൂ. കോലത്തുനാട് സ്വരൂപം കണ്ണൂരായിരുന്നു. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയില്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇനി നമുക്ക് പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിചയപ്പെടാം. ആദ്യത്തേത് കോലത്തുനാട് സ്വരൂപമാണ്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? കണ്ണൂര് കേന്ദ്രമാക്കിയായിരുന്നു അവരുടെ ഭരണം നിലനിന്നിരുന്നത്. ഭരണാധികാരി കോലത്തിരി എന്നറിയപ്പെട്ടിരുന്നു. രണ്ടാമത്തെ സ്വരൂപം നെടിയിരുപ്പ് സ്വരൂപമാണ്. അത് കോഴിക്കോട് കേന്ദ്രമാക്കിയ ഭരണമായിരുന്നു. ഭരണാധികാരി സാമൂതിരി എന്നറിയപ്പെട്ടിരുന്നു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. മൂന്നാമത്തെ സ്വരൂപം പെരുമ്പടപ്പ് സ്വരൂപമാണ്. അത് കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു. അവസാനത്തേത് നാലാമത്തേത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്തിരുന്ന സ്വരൂപമാണിത്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി ഇത് പരിണമിച്ചു. വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ ഒരു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നത് നിരീക്ഷിക്കൂ. ആദ്യത്തേത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ: ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരുടെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃപ്പടിദാനം നടത്തി. ശക്തൻ തമ്പുരാന്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ: നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. ഇനി മാമാങ്കത്തെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കൂ. ഭാരതപ്പുഴയുടെ തീരത്ത്
തിരുനാവായയിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവനാട്ടിലെ പ്രധാന ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷസ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. ഇനി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഒരു പരിഷ്കാരമായിരുന്നു തൃപ്പടിദാനം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. തൃപ്പടിദാനം എന്താണെന്ന് നോക്കാം. 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയപ്പെടുന്നത്. അതിരുകവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിനു വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. ഇനിയുള്ളത് തുടർ പ്രവർത്തനങ്ങളാണ്. തുടർ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാനായിട്ടൊന്നുമില്ല. ആൽബം തയ്യാറാക്കാനും പിന്നെ സെമിനാറിനും പിന്നെ അതുപോലെ സ്കൂളിലൊരു പ്രദർശനമേള സംഘടിപ്പിക്കാൻ പിന്നെ പ്രസന്റേഷൻ സംഘടിപ്പിക്കാൻ ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. നിങ്ങൾക്ക് എഴുതാനായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. പക്ഷെ സെമിനാറും ഇതൊക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് അതിന്റെ പോയിന്റുകൾ നമ്മൾ പഠിച്ചതിൽ തന്നെയുണ്ട്. അത് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠഭാഗത്ത് നോക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 6ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളിലെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്